വിമാന കമ്പനികളുടെ കാര്യത്തിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി വ്യോമയാന മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള അൽ ഹിന്ദ് എയർ അടക്കമുള്ള 2 നിർദ്ദിഷ്ട എയർലൈനുകൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി. ഈ മാസം ആദ്യം ഇൻഡിഗോ ഷെഡ്യൂൾ തകർന്നതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് 2 പുതിയ എയർലൈനുകൾക്ക് NOC നൽകിയിരിക്കുന്നത്. അൽ ഹിന്ദിന് പുറമെ ഫ്ലൈ എക്സ്പ്രസ് എന്ന പുതിയ എയർലൈനിനാണ് ഈ ആഴ്ച NOC ലഭിച്ചത്. ശംഖ് എയർ എന്ന മറ്റൊരു എയർലൈനിന് ഇതിനകം മന്ത്രാലയത്തിൽ നിന്ന് NOC ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഉഡാൻ പോലുള്ള പദ്ധതികൾ ചെറിയ വിമാന കമ്പനികളായ സ്റ്റാർ എയർ, ഇന്ത്യ വൺ എയർ, ഫ്ലൈ 91 തുടങ്ങിയവയ്ക്ക് രാജ്യത്തിനുള്ളിലെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പ്രധാന പങ്ക് വഹിക്കാൻ പ്രാപ്തമാക്കി. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിൽ നിന്നുള്ള വിമാന കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ അൽ ഹിന്ദ് എയർ 200 മുതൽ 500 കോടി രൂപ പ്രാഥമിക നിക്ഷേപത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളാണ് നടത്തുക. ഇതിനായി ATR വിമാനങ്ങൾ ഉപയോഗിക്കും. തുടക്കത്തിൽ കൊച്ചി, ബംഗളൂരു, തിരുവനന്തപുരം, ചെന്നൈ സർവീസുകളാണ് ലക്ഷ്യമിടുന്നത്.